ഇത് പ്രവർത്തനങ്ങളൊക്കെ കണ്ടപ്പോൾ ഇവിടുന്ന് 15 ലക്ഷമൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ വീട് വേണ്ട എന്ന് പറഞ്ഞു പോയവരൊക്കെ ഇന്ന് പൊട്ടിക്കരയുന്ന ഒരു അവസ്ഥയിലേക്കുണ്ട്. കാരണം ഇതിന്റെയൊക്കെ പ്രവൃത്തിയൊക്കെ കഴിഞ്ഞ് ഇവിടുത്തെ റോഡുകളും അതേപോലെ ഡേ കെയർ സെന്ററുകൾ തുടങ്ങി കമ്മ്യൂണിറ്റി ഹെൽത്ത് ക്ലബ്ബുകൾ തുടങ്ങി അതുപോലെ അറൌണ്ട് 40 കോടി രൂപയിൽ പരം ഫണ്ടുള്ള ഒരു വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉൾപ്പെടെ ഇതിനുള്ളിൽ വരുന്നുണ്ട്. അപ്പം ഭാവിയിൽ ഇത് ഒരു സ്വയം പര്യാപ്തമായ ഒരു വില്ലേജായി ഇത് മാറും. ഇപ്പം നമുക്കറിയാം പല സംസ്ഥാനങ്ങളിൽ ഇപ്പം ഷിലോങ്ങിൽ പോയാൽ അവിടെ ലോകത്തിലെ തന്നെ ഏറ്റവും ക്ലീനസ്റ്റ് വില്ലേജ് സ്ഥലം ചെയ്യുന്നത് ഷിലോങ്ങിലെ മേഘാലയയിലാണ്. അപ്പൊ അവിടുത്തെ ജനങ്ങൾക്ക് ഒരു പ്രത്യേക ജീവിത രീതിയുണ്ട്, അവർക്കൊരു ഡിസിപ്ലിനുണ്ട്. അതേപോലെ ഉള്ള ഒരു മാതൃകാ വില്ലേജായി ഒരു ടൌൺഷിപ്പായി ലോകത്തിന് മാതൃകയായി ഇതൊരു പ്രകാശഗോപുരമായി തലമുറകളോളം ഇത് ഉയർന്നു നിൽക്കും. കാരണം ഈ പ്രദേശം ഇനി വയനാട് അറിയപ്പെടുന്നത് ഈ ടൌൺഷിപ്പിന്റെ പേരിലായിരിക്കും. അതിന് തീർച്ചയായിട്ടും നമ്മൾ അഭിമാനിക്കേണ്ടത് അല്ല അഭിനന്ദിക്കേണ്ടത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി സഖാവിന്റെ ദീർഘവീക്ഷണത്തെയാണ്. അത് പ്രത്യേകം അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല, ആർക്കും അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ ആർജവം ഇപ്പൊ തുരങ്കപാത എടുത്താലും മറ്റു ഏത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഭരണത്തിൽ വന്നാലും അത്ര ആർജവത്തോട് പറഞ്ഞ ഡേറ്റിന് തറക്കല്ലിട്ട് പണി ആരംഭിക്കാൻ അദ്ദേഹത്തിന് മാത്രമേ കഴിയുള്ളൂ. അതേപോലെ ടൌൺഷിപ്പിന്റെ രൂപീകരണവും അതിന്റെ ഇപ്പം 178ഓളം വീടുകൾ ഈ മാസം തന്നെ ഹാൻഡ് ഓവർ ചെയ്യാൻ ഓൾറെഡി എല്ലാവർക്കും മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ എല്ലാവർക്കും അതിന്റെ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ കൊടുക്കുമ്പോൾ പോലും അതിൽ കൃത്യമായി യാതൊരുവിധ പാർഷ്വാലിറ്റി ഇല്ലാതെ ഒരു തരത്തിലുള്ള വകഭേദങ്ങളും ഇല്ലാതെ അർഹരായവർക്ക് കൃത്യമായി ലഭിക്കുവാനുള്ള എല്ലാ നടപടികളും ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കൊണ്ടുവരികയാണ്. അതുകൊണ്ട് തന്നെ ഈ ടൌൺഷിപ്പ് നമ്മുടെ വയനാടിന് അഭിമാനമാണ്. ഇത് ഭാവിയിൽ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറും. ഇവിടെയുള്ള ജനങ്ങൾക്കൊക്കെ തന്നെ തീർച്ചയായിട്ടും ഇത് സന്ദർശിക്കാൻ വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ ഈ ടൌൺഷിപ്പിലേക്ക് വരും. അതേപോലെ ഇതിന്റെ ഉദ്ഘാടന ദിവസമാണെങ്കിൽ പോലും പതിനായിരക്കണക്കിന് ആളുകളെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം വയനാടൻ ജനതയല്ല, കേരള ജനത, ഇന്ത്യയിലെ മൊത്തം ഭാരതം ഒന്നാകെ ഉറ്റുനോക്കുന്ന ഒരു സ്നേഹത്തിന്റെ, സമാധാനത്തിന്റെ, ഐക്യത്തിന്റെ, മനുഷ്യ മനസ്സാക്ഷിയുടെ പ്രതീകമായി ഈ ടൌൺഷിപ്പിനെ നോക്കിക്കാണുകയാണ്. അത് തീർച്ചയായിട്ടും നമ്മുടെ പിണറായി സഖാവിന്റെ നേതൃത്വത്തിലുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന് തീർച്ചയായിട്ടും ഒരു പൊൻതൂവലായിരിക്കും. ഈ 10 വർഷക്കാല ഭരണത്തിൽ നടത്തിയിട്ടുള്ള ഏറ്റവും വലിയൊരു പൊൻതൂവലായിരിക്കും ഈ ടൌൺഷിപ്പ് എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്.